ഇടുക്കിയിലെ അനധികൃത ഭൂമി ഇടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി രംഗത്ത്. വാഗമണ്ണിലെ കെട്ടിട നിർമ്മാണത്തിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ടവേദി. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ല. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തടസ്സവുമില്ലെന്ന് അതിജീവന പോരാട്ടവേദി ആരോപിക്കുന്നു. ചിന്നക്കനാലിലടക്കം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് NOC നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. പീരുമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്നുമുണ്ട്. ഇത്തരം നടപടികൾക്കെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗന അനുവാദമുള്ളതായാണ് ആരോപണം. വാഗമൺ മേഖലയിലെ കള്ളപ്പട്ടയവുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഇത്തരം നടപടികളെ മറയ്ക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായും സംസ്ഥാന ഉന്നതതല സംഘങ്ങളുടെ ഇടപെടൽ ഇതിലുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കുന്നതിന് CBI തന്നെ വേണമെന്നാണ് അതിജീവന പോരാട്ടവേദി ആവശ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ കക്ഷി കൂടിയാണ് അതിജീവന പോരാട്ടവേദി. ജില്ലയിലെ അനധികൃത ഭൂമി ഇടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോരാട്ടവേദി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.